സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസം 2 ആയത്തുകൾ അല്പം ശ്രദ്ധയോടെ ഓതേണ്ടുന്ന ആയത്തായിരുന്നു. പല ആളുകളും അൽഹംദുലില്ലാ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും കുറെ ആളുകൾ അത് മറന്നുപോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ ഓതിയെടുത്ത് അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യം ഓതേണ്ടത് 44ഉം 45ഉം 46ഉം ആയത്താണ്. ഫകഅയ്യിൻ മിൻ ഖറിയ മുതലാണ്. എല്ലാവർക്കും ഖുർആൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഖുർആനിൽ നോക്കിയിട്ട് ഓതും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فكأي من قرية أهلكناها وهي ظالمة فهي خاوية على عروشها وبئر معطلة وقصر مشيد أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ആയത്തുകളുടെ പൊതുവായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. آية نوريك. أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. അവരുടെ ഭൂമിയിലെ പ്രദേശങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നോക്കുന്നില്ലേ? അവരുടെ കൽബുകൾ അതുകൊണ്ട് ചിന്തിക്കുന്നില്ലേ? ആ പ്രദേശത്ത് കൂടെ ഒന്ന് പോയിട്ട് അവരുടെ കൽബുകൊണ്ട് ചിന്തിച്ച് നോക്കി. അവരുടെ കാതുകൾ കൊണ്ട് അവിടെ കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ലേ? നിങ്ങളുടെ കൽബുകൾക്കാണ്, കാഴ്ചക്കല്ല നിങ്ങൾക്ക് പ്രശ്നം പറ്റിയത്, നിങ്ങളുടെ കൽബുകൾക്കാണ് പ്രശ്നം പറ്റിയത്. അത് പഠിക്കുന്നില്ല, ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ല. കണ്ണിന്റെ പ്രശ്നങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ ആ പ്രശ്നം മാത്രമേ നമ്മളെ ബാധിക്കുള്ളൂ, ഒരു അവയവത്തിന്റെ പ്രശ്നം. പക്ഷേ ഹൃദയത്തിന് പ്രശ്നം സംഭവിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന്റെ ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന വിഷയമാണ്. കഴിഞ്ഞ ആഴ്ച വടകരയിൽ എൻവിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. കോഴിക്കോട് നോർത്ത് ജില്ല സംഘടിപ്പിച്ച നിറഞ്ഞ സദസ്സ്. അവരും അവരുടെ ഫാമിലി, കാഴ്ച പരിമിതരുടെ ഫാമിലി ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആ സദസ്സിൽ വന്ന ആളുകളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് പരിശോധിച്ച് നോക്കുമ്പോൾ പട്ടാമ്പിന്ന് വരെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ല മാറിയിട്ട് ഒരു ജില്ലന്റെ പരിപാടിയാണ്, പക്ഷെ അപ്പുറത്തുനിന്ന് വരെ ഞങ്ങൾക്കുള്ള പ്രോഗ്രാമാണെന്ന് അറിഞ്ഞപ്പോൾ ആ മനുഷ്യന്മാര് ട്രെയിന് കയറിയിട്ട് പോരുകയാണ്. പല പ്രദേശങ്ങളിൽ നിന്ന് അവർ, കാസർഗോഡ് നിന്ന് വരെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ഞമ്മക്കുള്ളതാന്ന് അറിഞ്ഞപ്പോൾ അവർ ഓടിക്കൂടും. കാഴ്ചയില്ലാത്ത ആ ആളുകൾ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറയുമ്പോൾ ഓടിക്കൂടണമെങ്കിൽ അവരുടെ മനസ്സിന്റെ നന്മ എത്രയാണ്. ലാസ്റ്റ് അതിന്റെ ഫീഡ്ബാക്ക് ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ ഓരോ ക്ലാസ്സുകളെ പറ്റിയൊക്കെ അഭിപ്രായം അവർ എനിക്ക് റിപ്പോർട്ട് അയച്ചെന്നില്ല. ഒരു സഹോദരൻ പറയാണ്, ഞങ്ങൾക്ക് ക്ലാസ് 4 മണിക്കാണ് അവസാനിച്ചത്, 3:30 ഇറങ്ങേണ്ടി വന്നു. അരമണിക്കൂർ മിസ്സായതിന് അയാൾ സങ്കടം പറയാണ്. എല്ലാ കഴിവുള്ള നമ്മളൊക്കെ ഒരു പരിപാടിയിൽ പോയാൽ ഏത് പരിപാടിയാണ് ഫുള്ളായിട്ടിരുന്ന് കേൾക്കാറുള്ളത്? ഏതാളാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചൊരു നല്ല പരിപാടിക്ക് വേണ്ടി യാത്ര പുറപ്പെടാറുള്ളത്? അവർ എല്ലാം മറന്ന് അള്ളാഹുവിന്റെ ദീന് കിട്ടുന്ന സ്ഥലങ്ങൾ. എന്നിട്ടും അവർ പറയുന്നത് എന്തിനാണ് ഇങ്ങനത്തെ പരിപാടി എന്നല്ല അവർ ചോദിച്ചത്. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ഇനിയും അറിയിക്കാൻ മടിക്കരുത്, ഞങ്ങളെ എങ്ങനെ വിളിക്കണം, ഞങ്ങളെ ക്ഷണിക്കണം എന്ന് പറയാം. അപ്പൊ അവരുടെ പ്രശ്നം എന്താ? അവരുടെ കാഴ്ചക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, അവരുടെ കൽബുകൾക്ക് പ്രശ്നമില്ല. നമുക്ക് കാഴ്ചയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ കൽബുകൾക്ക് എന്തൊക്കെയോ മടി പിടിച്ചിരിക്കുന്നു, നമ്മുടെ കൽബുകൾക്ക് നിഷ്ക്രിയത്വം ബാധിച്ചിരിക്കുന്നു, നമ്മുടെ കൽബുകൾക്ക് അലസത ബാധിച്ചിരിക്കുന്നു, നമ്മുടെ കൽബുകൾക്ക് ഒരു പിന്തിരിപ്പ് ഇങ്ങനെ വന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ചില ആയത്തുകളിലൊക്കെ അല്ലാഹു തആല പറയുന്നത്, ചില ആൾക്കാരുടെ കൽബിനെ അങ്ങോട്ട് മുദ്ര വെക്കും, പിന്നെ കമിഴ്ത്തി വെച്ച കുടം പോലെയാണ്. അതിന്റെ മേലേക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെ വെള്ളം പുറത്തേക്ക് പോകുന്നല്ല, ഉള്ളിക്കൊരു തുള്ളി കയറൂല.
എത്ര എന്തൊക്കെ ഉപദേശങ്ങളും എത്ര മരണങ്ങളും എത്ര രോഗികളെയും കണ്ടാലും പാഠം കയറാത്ത, തലയിൽ ചിന്തിച്ചു കയറാൻ കഴിയാത്ത, ഹൃദയങ്ങൾ ശൂന്യമായി പോകുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ടതുണ്ട് എന്നാണ്. നിങ്ങളുടെ കാഴ്ചക്കല്ല പ്രശ്നം, വലാകിൻ പക്ഷേ തഅമൽ ഖുലൂബ്, ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചിരിക്കുന്നത്. അല്ലതീ ഫിസ് സുദൂർ, അവരുടെ നെഞ്ചകത്തുള്ള. എന്നിട്ട് തൊട്ടടുത്ത ആയത്താണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്, 47 48. وَيَسْتَعْجِلُونَكَ بِالْعَذَابِ وَلَنْ يُخْلِفَ اللَّهُ وَعْدَهُ. وَيَسْتَعْجِلُونَكَ بِالْعَذَابِ وَلَنْ يُخْلِفَ اللَّهُ وَعْدَهُ وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ. كألف سنة مما تعدون. وكأي من قرية أمليت لها وهي ظالمة وكأي من قرية أمليت لها وهي ظالمة ثم أخذتها وإلي المصير. وهي ظالمة ثم أخذتها وإلي المصير. ويستعجلونك بالعذاب. عذاب عذاب لا عذاب ذال പുള്ളി ഐനും عذابي ولن يخلف. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നൂനു സാക്കിനക്ക് ശേഷം യാ വന്നപ്പോൾ ലൻ യുഖ്ലിഫ അല്ലാഹു വഅദ. വഅദ ഐനാണ് വഅദ. وإن يوما عند ربك كألف سنة مما. സനത്തിൻ മിമ്മ എന്ന് പറയില്ല, തൻവീന്റെ മീമിലേക്ക് ചേർത്ത് കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. ദാലുണ്ട് തഉദ്ദൂൻ തഉദ്ദൂൻ. ആയതോദിക്കും വയസ്തഅജിലൂനക ബിൽഅദാബി വലൻ യുഖ്ലിഫ അല്ലാഹു വഅദഹു وإن يوما عند ربك كألف سنة مما تعدون. പിന്നെ പറഞ്ഞ ആയത്തിൽ വകഅയ്യിൻ മിൻ ഖറിയ, കഴിഞ്ഞ ആയത്തിൽ വന്ന വാക്കിനാണ് വകഅയ്യിൻ മിൻ. അയ്യിൻ മിൻ എന്ന് പറയില്ല, നൂനിനെ മീമിലേക്ക് ചേർക്കുന്നു. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ وهي ظالمة ثم أخذتها وإلي المصير. മസീർ എന്ന് പറയരുത്, അപ്പോൾ വ്യത്യാസം മാറിയിട്ടുണ്ട്. സ്വാദാണ് മസീർ. وإلي المصير. ഒതുക്കിയേ.
ഈ റായിൽ അവസാനിക്കുന്ന വാക്കുകൾ ഉണ്ടാവുമല്ലോ. വേറൊരു വാക്ക് വരാൻ പറ്റുമോ? ബസീർ, ഖദീർ, ഖബീർ. അത് അവസാനിക്കുമ്പോ റാ എന്നുള്ളതിന് പകരം രായുടെ ശബ്ദം കൊണ്ട് അവസാനിപ്പിക്കണം. ചെറിയൊരു രാ വെച്ചു. ഖബീർ, ബസീർ, ഒരു ചെറിയ രായുടെ ശബ്ദം കൊണ്ടാണ് അവിടെ അവസാനിപ്പിക്കുക. വഇലയ്യൽ മസീർ എന്ന് പറയാതെ കൊണ്ട് അവസാനിക്കും. ഒന്ന് ചോദിക്കേ, വകഅയ്യിൻ മിൻ ഖർയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമത്തുൻ സുമ്മ അഖതുഹാ വഇലയ്യൽ മസീർ വയസ്തഅജിലൂനക. നബിയേ, അവർ നിന്നോട് ധൃതി കൂട്ടുകയാണ്. യസ്തഅജിലു, അജലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പാടില്ലാത്ത സാധനമാണ്. അജലത്ത്, ധൃതി കാണിക്കുക, ബേജാറാകുക. യസ്തഅജിലൂനക, നബിയെ നിങ്ങളോട്, താങ്കളോട് അവർ ധൃതി കാണിക്കുകയാണ്. എന്താ ഓല് ചോദിക്കുന്നത്? നബിയെ നിങ്ങളല്ലേ ശിക്ഷ ഉണ്ട് എന്ന് പറയണത്, എവിടെ ശിക്ഷ? ഒന്ന് കാണട്ടെ, ഒന്ന് കാണിച്ചതായോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചോദിച്ചു മേടിക്കുക. വയസ്തഅജിലൂനക, നബിയെ നിങ്ങളോട് അവർ ധൃതി കൂട്ടുകയാണ്. ബിൽ അദാബി, എന്ത് ചോദിച്ചിട്ട്? അദാബ് ചോദിച്ചിട്ട്. ശിക്ഷ എവിടെ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഒരു കാര്യം അറിഞ്ഞോളി, വലൻ യുഖ്ലിഫ, ഒരിക്കലും അല്ലാഹു തആല ലംഘിക്കുകയില്ല. ഖലഫ എന്ന് പറഞ്ഞാൽ ലംഘിക്കാന്ന്. കപട വിശ്വാസിയുടെ ലക്ഷണം പറഞ്ഞു. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. അല്ലാഹനെ പറ്റി പറഞ്ഞു ലൻ യുഖ്ലിഫ, ലംഘിക്കുകയില്ല. അല്ലാഹു വഅദഹു, അവൻ നൽകുന്ന വാഗ്ദാനങ്ങൾ. അല്ലാഹ് ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞ ശിക്ഷ ഉണ്ടല്ലേ. അല്ലാഹ് നരകമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാഗ്ദാനം ഉണ്ട്. അല്ലാഹ് സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞു. വഅന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗ്ഗം എന്ന് പറഞ്ഞത് സത്യമാണ്, നരകം എന്ന് പറഞ്ഞത് സത്യമാണ്. അല്ലാഹ് പറഞ്ഞ ഒരു വാഗ്ദാനവും അല്ലാഹ് ലംഘിക്കൂല. ഉണ്ട് എന്ന് പറഞ്ഞത് ഉള്ളതാണ്, അതിൽ സംശയിക്കാൻ പോലും പാടില്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹ്, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹനെ വിശ്വസിക്കുന്നവരാണ്. വറസൂലിഹി, റസൂലിനെ വിശ്വസിക്കുന്നവരാണ്. സുമ്മ ലം യർതാബു, പിന്നെ അതിൽ സംശയിച്ചു നിൽക്കുന്നവരല്ല. ഒരു യഥാർത്ഥ വിശ്വാസികളാവൂല. അവർക്ക് സംശയം, അള്ളാഹിന്റെ റസൂലിന്റെയും പരലോകത്തിന്റെയും കാര്യത്തിൽ സംശയം ഉണ്ടായി അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാൻ ആവശ്യം വരൂല. വലൻ യുഖ്ലിഫല്ലാഹു വഅദഹു വഇന്ന യൗമൻ, തീർച്ചയായും അന്ന് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുത്ത്, കഅൽഫി സനത്തിൻ, 1000 കൊല്ലം പോലെയാണ്. മിമ്മാ തഉദൂൻ, നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന രൂപത്തിൽ. അദ്ദ എന്ന് പറഞ്ഞ എണ്ണുക, കൗണ്ട് ചെയ്യുന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അദ്ദ. എണ്ണത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് അദദ് എന്ന് പറയാം. കം അദദ്, എത്ര ഉണ്ട് എൻ്റെ അടുത്ത്? അദദ്. തഉദ്ദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന അൽഫസനത്താണ് പരലോകം എന്ന് പറഞ്ഞാൽ. അൽഫസന എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 സന, 1000 കൊല്ലം കേട്ടോ. അൽഫസന ഖുർആനിൽ പല സ്ഥലത്ത് ഉപയോഗിച്ച വാക്കാണ് അൽഫസന, 1000 കൊല്ലം. 100 എന്താ അറബിയിൽ പറയാ? മിഅ. യാഇന്റെ മുകളിൽ ഹംസ ഇട്ടിട്ടാണ് മിഅ എന്ന് എഴുതുക കേട്ടോ. മിഅ. ലക്ഷത്തിന് അറബിയിൽ പറയാ? കിട്ടുമ്പോ മേടിച്ചേക്കണ്ടേ, അപ്പൊ അതിന് എണ്ണം പിടിച്ചേക്കണം. അൽഫസ്. ലക്ഷത്തിന് എന്താ പറയാ? 1000 അൽഫസന. എത്ര? ഒരു പിന്നെ അൽഫസന എന്ന് പറഞ്ഞാല് 1 ലക്ഷം ആയല്ലോ അല്ലെ? അൽഫസന എന്ന് പറഞ്ഞ 1 ലക്ഷം ആയില്ലേ? 1000 കൊല്ലം. കോടിക്ക് എങ്ങനെ പറയാ? കോടിക്ക് അൽഫസന. അൽഫ്. കോടി എന്നതിന് അറബി വാക്കില്ല, അൽഫ് എന്ന് ഉപയോഗിക്കും. ചുരുക്കി പറഞ്ഞാൽ ഖുർആനിൽ ഉപയോഗിച്ച ചില സംഖ്യകളും പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ ജീവിക്കുന്ന 1000 വർഷത്തിന്റെ ദൈർഘ്യം ഉണ്ടാകും പരലോകത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. ഖുർആൻ ഉപയോഗിച്ചില്ല, ആ വാക്ക് ഉപയോഗിച്ചല്ലോ. യഖൂലു തആല ലിനബിയിഹി സ്വലവാതുല്ലാഹി വസലാമു, അല്ലാഹു തആല നബിയോട് പറയുന്ന വാക്കുകളാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം,
ഈ ശത്രുക്കളായ മുശ്രിക്കീങ്ങളായ ആളുകൾ ഇസ്തഅജിലൂനക ബിൽ അദാബി ഹൗലാഇൽ കുഫാരിൽ മുലഹിദൂനൽ മുകദ്ദിബൂന ബില്ലാഹി വകിതാബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിർ. പരലോകം, അല്ലാഹു, റസൂൽ ഇതൊക്കെ നിഷേധിക്കുന്ന ആൾക്കാരെ സ്വഭാവമാണ്. എപ്പോഴാ ശിക്ഷ, എപ്പോഴാ ശിക്ഷ? നിങ്ങൾ കുറെ കാലമായല്ലോ നരകം നരകം എന്ന് പറയണു, കുറെ കാലമായല്ലോ പരലോകം എന്ന് പറയണു, എവിടെ ശിക്ഷ എന്ന് ഒരിങ്ങനെ അങ്ങോട്ട് വന്ന് ചോദിക്കുക, ചോദിച്ചു മേടിക്കുക. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു മറ്റൊരായത്തിൽ സൂറത്തുൽ അൻഫാലിൽ, വഇദ് ഖാലൂ അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അവ ഇഅ്തിനാ ബിഅദാബിൻ അലീം. ഈ പറയുന്ന മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് കല്ലുകൊണ്ടുള്ള മഴ പെയ്യുന്നത് കണ്ണുകൊണ്ട് കാണിച്ചതായോ, അല്ലെങ്കിൽ വലിയൊരു ശിക്ഷ ഞങ്ങൾക്ക് ഇറങ്ങുന്നത് കാണിച്ചതായോ എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. وقالوا ربنا عجل لنا قطنا قبل يوم الحساب. സൂറത്ത് സ്വാദിൽ പറയുന്നുണ്ട്. ചിലര് അന്ന് പറയാൻ തുടങ്ങി, ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഞങ്ങൾക്ക് വേഗത്തിലൊന്ന് ശിക്ഷ കാണിച്ചതായോ. നിങ്ങൾ ശിക്ഷയുണ്ട് എന്ന് ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ. എന്റെ മറുപടിയാണ്, വലൻ യുഖ്ലിഫല്ലാഹു വഅദ. അല്ലാഹ് വാഗ്ദാനം പറഞ്ഞ ഒരു വാക്കും വെറുതെയാവില്ല. ഖദ് വഅദ, അല്ലാഹ് വാഗ്ദാനം ചെയ്താൽ, മിൻ ഇഖാമത്തി സഅ, ഖിയാമത്ത് നാൾ ഉണ്ട് എന്ന് പറഞ്ഞോ, അതുണ്ടാവും. വലിൻതിഖാമു മിൻ അഅദാഇഹി, അല്ലാഹുവിന്റെ ശത്രുക്കൾക്കെതിരെ നടപടി സ്വീകരിക്കും, ശിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞോ, ഉണ്ടാവും. വലിക്റാമു ലി ഔലിയാഇഹി, അല്ലാഹുവിനെ ആദരിച്ച ഔലിയാക്കന്മാരെ അല്ലാഹ് ആദരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് നടക്കും, സ്വർഗ്ഗം കൊടുക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും അല്ലാഹു തആല ഇല്ലാതെ അത് നിഷേധിക്കുന്ന, അതിന് തട്ടിമാറ്റുന്ന അവസ്ഥയുണ്ടാകില്ല. വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സന മിമ്മാ തഉദൂൻ ഐ ഹുവ ഹൗലാ ഹുവ തആല ലാ യഅജൽ. അല്ലാഹു തആല ആ പറയുന്ന ശിക്ഷയ്ക്ക് നിങ്ങൾ തിരക്ക് പിടിക്കണ്ടട്ടോ. ഫഇന്ന മിഖ്ദാറ അൽഫ സനത്തിൻ ഇൻദ ഖൽഖിഹി കയൗമിൻ വാഹിദിൻ ഇൻദഹു ബിന്നിസ്ബതി ഇലാ ഹിൽമിഹി. അള്ളാഹ്ക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ 1000 വർഷത്തിന്റെ ദിവസങ്ങൾ കണക്ക് കൂട്ടുന്ന പോലെയുള്ളൂ. അള്ളാഹ്ക്ക് ഒരു ദിവസം, അള്ളാഹ് ഒരു ദിവസം എന്ന് പറഞ്ഞ വെറുതെ അള്ളാഹുവിനോട് വെല്ലുവിളിക്കാൻ പോകണ്ട. ഫഇന്നഹു അല ഇന്തിഖാമി ഖാദിറുൻ, അള്ളാഹ്ക്ക് നടപടി സ്വീകരിക്കാൻ നല്ല കഴിവുണ്ട്. ഒരു നാട് മൊത്തം നശിപ്പിക്കാൻ അള്ളാഹ്ക്ക് പ്രശ്നമില്ല. എത്ര എത്ര നഗരങ്ങൾ നശിപ്പിച്ചു. വഅന്നഹു ലാ യഫൂതുഹു ശൈഅൻ വഇന്ന അജ്ല വഅൻളർ വഅംല. അല്ലാഹ് ഇങ്ങനെ നീട്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു സാവകാശം കൊടുക്കും, ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് പിന്നോട്ട് വെച്ചു കൊടുക്കും എന്നല്ലാതെ അള്ളാഹുവിന് ഒരു നാട് നശിപ്പിക്കാനോ ശിക്ഷ ഇറക്കാനോ ഒരു പ്രയാസവും റബ്ബിന്റെ മുമ്പിൽ ഇല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ആ ആയത്ത് കൊണ്ട് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, വകഅയ്യിൻ മിൻ ഖർയത്തിൻ അംലൈതു ലഹാ വഹിയ ظالمة ثم أخذتها وإلي المصير. അവിടെ വകഅയ്യിൻ മിൻ ഖർയത്തിൻ, ആ വാക്ക് അതേ വാക്ക് തൊട്ട് മുമ്പ് ഇന്നലെ കഴിഞ്ഞത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പദം ഒരു സ്ഥലത്ത് പഠിച്ചാൽ പിന്നെ അടുത്ത സ്ഥലം വരുമ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടാവണം അവിടെ എന്താ പറഞ്ഞെന്നുള്ളത്. എന്താ പറഞ്ഞു? വകഅയ്യിൻ മിൻ ഖർയത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞു? തൊട്ട് മേലത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ ഞാൻ തന്നെ പറഞ്ഞത്, വകഅയ്യിൻ മിൻ ഖർയത്തിൻ, എത്രയെത്ര ഗ്രാമങ്ങളെയാണ്, അങ്ങനൊരു പ്രയോഗമാണ് ഞാൻ പറഞ്ഞത്. വകഅയ്യിൻ, എത്രയെത്ര, അല്ലേ? നമ്മൾ പറയില്ലേ, ഞാനൊക്കെ എത്രയെത്ര പൈസ ഉണ്ടാക്കിയതാ, ഞാനൊക്കെ എത്രയെത്ര ബിസിനസ് ഉണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്ന ആ വാക്കിനാണ് അറബിയിൽ വകഅയ്യിൻ മിൻ, എത്രയെത്ര ഖർയത്തിൻ, ഗ്രാമങ്ങളെയാണ് എന്താക്കിയത്? അംലൈതു ലഹാ, ഞാൻ അവർക്ക് അംലൈതു, ഞാനൊന്ന് സാവകാശം കൊടുത്തു. അംല, സാവകാശം കൊടുക്കുക, ഇപ്പൊ തന്നെ വേണ്ട എന്ന നിലക്ക് ശിക്ഷ ഒന്നിങ്ങനെ പതുക്കെ പതുക്കെ ആക്കി കൊടുത്തു, ബാക്കിലേക്ക് വലിച്ചു. അതും എപ്പോ? വഹിയ ളാലിമത്തുൻ, ഒരു നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നതിന്റെ ഇടയിലല്ല, അവർ ളുൽമ് ചെയ്ത് ളാലിമത്തായി ജീവിക്കുന്ന സമയത്ത്, അവർ അക്രമികളായി പാപികളായി നിൽക്കുന്ന സമയത്ത് പോലും അള്ളാഹു എന്ത് ചെയ്തു കൊടുത്തു? അംലൈതു, സാവകാശം കൊടുത്തു. അപ്പൊ തന്നെ ശിക്ഷയില്ല. ആലോചിച്ച് നോക്കിയാൽ കേട്ടോ, നമ്മള് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിന്റെ പേരിൽ നമ്മളെ അപ്പോൾ തന്നെ ശിക്ഷിക്കുമായിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ എത്ര മനുഷ്യന്മാരുണ്ടാവും? ചില അറബി കവികളൊക്കെ പറയാറുണ്ട്, വലൗലൽ ബഹായിമു
ഈ നാട്ടിൽ കന്നുകാലികൾ ഇല്ലായിരുന്നുവെങ്കിൽ, വലൗലൽ യതീമു, ഈ നാട്ടിൽ യതീമുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ നാട് എന്നോ നശിപ്പിക്കേണ്ടതായിരുന്നു. അത്രമാത്രം നീചമായ വൃത്തികെട്ട അവസ്ഥയിലേക്ക് നാട് പോയിക്കൊണ്ടിരിക്കുക. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വന്തം മകളെ വാപ്പ അടിച്ചു കൊന്നത്. എവിടേക്ക് എത്തിയാലും സുരക്ഷിതമായ, ഹദീസിൽ പറഞ്ഞ വാക്കെന്താ? 2 പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിച്ചാൽ അവർക്ക് നരകത്തിൽ നിന്ന് മറയിടപ്പെടുന്ന സംരക്ഷണ കവചമാണ് പെൺകുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത്. ലഹരിയുടെയും മറ്റു തിന്മകളുടെയും അടിത്തറയിൽ നമ്മുടെ സമുദായത്തിന്റെ ഇടയിൽ വരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളിൽ, യുവതികളിൽ തിന്മകളുടെ അതിപ്രസരം പല രൂപത്തിൽ വ്യാപിക്കുകയാണ്. മാസ്റ്റുർബേഷൻ ഡേ എന്ന് പറഞ്ഞ് പല കോളേജുകളുടെയും മുമ്പിൽ ആ സമയം വന്നാൽ ബോർഡ് കാണും. മാസ്റ്റുർബേഷൻ എന്ന് പറഞ്ഞാൽ സ്വയംഭോഗം ചെയ്യുക. അതിന് പ്രചരണം കൊടുക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റുർബേഷൻ. ഇത് വേണ്ടാന്ന് പറയാനല്ല, ഇതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും ലൈംഗിക പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പഠിപ്പിക്കാനല്ല. ഇത് ചെയ്തോൾ, ഇത് ഒരുപാട് ഗുണമുള്ള കാര്യമാണെന്ന് പഠിപ്പിക്കാൻ ഡേ ആചരിക്കുന്ന സംസ്കാരം നമ്മളെ കേരളത്തിലെ മലയാള ക്യാമ്പസിൽ വന്നു കഴിഞ്ഞു. ഒരു ദിവസം പുറത്ത് ബോർഡ് കണ്ടിരിക്കുന്നു, ഫ്ലെക്സ് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. അന്ന് കൊടുത്തിരിക്കുന്നത് പോൺ ഡേ എന്ന ഡേ കൊടുക്കുന്നത്. പോൺ ഡേ എന്ന് പറഞ്ഞാൽ അശ്ലീല വീഡിയോകൾ കാണുന്ന ദിവസം എന്നാണ് എൻ്റെ ദിവസത്തിൻ്റെ പേര്. അതൊരു ആചരണമായി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണണം, അതൊക്കെ കാണുന്നത് വലിയ കാര്യമുള്ളതാണ് എന്ന് നേരെ തിരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ കുട്ടികൾ കോളേജിൽ പോണത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയില്ലേ, നല്ലപോലെ പോയിന്നൊരു കുട്ടിയെന്ന് തങ്കക്കൂട ആയിരുന്നു, എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയതെന്ന് ചോദിച്ചാൽ അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നുള്ള ഭയങ്കര പ്രഷർ. ആ പ്രഷർ അത് പല കാരണങ്ങൾ കൊണ്ട് അവരെ നല്ല ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളെ വരെ ശരിയാവണ്ണമുള്ള വേഷത്തൊന്നും അതുപോലെ തന്നെ കൾച്ചറിന്നൊക്കെ മാറ്റി ഞാൻ അങ്ങനെ അവരുടെ കൂടെ കൂടിയില്ലെങ്കിൽ ഞാനൊരു മദ്രസാ പൊട്ടനായി മാറും, ഞാനൊരു ലോകം തിരിയാത്തവനായി മാറും, ഞാൻ ഇന്ന ഒരു പിന്നെ ക്ലാസ്സിൽ തീരെ ഒരു മൈൻഡ് ചെയ്യാത്ത അവസ്ഥ. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഞാൻ കൂടെ നിൽക്കണം എന്നുള്ള വല്ലാത്തൊരു ടെൻഡൻസിയിലേക്ക് നമ്മുടെ കൗമിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അള്ളാഹ് പറഞ്ഞ വാക്കോക്കി എത്ര ഗ്രാമങ്ങളെയാണ് അംലൈതു, അവർക്ക് ശിക്ഷയെ നീട്ടി നീട്ടി കൊടുത്തു, സാവകാശം കൊടുത്തു. എപ്പോ? വഹിയ വാലിമത്തുൻ, അവർ ലുൽമിലായി അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. എന്നിട്ട് വിട്ടിട്ടൊന്നുമില്ല. സുമ്മ, പിന്നീട് അഖദ്തുഹാ, പിന്നെ നാം അവരെ പിടികൂടി. രണ്ടർത്ഥം പറയാം. പിടിച്ചു എന്നുള്ളതിന് അഹദ പറയും, ശിക്ഷിച്ചു എന്നുള്ളതിന് അഹദ പറയും. അഖദ്തുഹാ, പിന്നീട് അവരെ ശിക്ഷ കൊണ്ട് പിടികൂടി. വഇലയ്യൽ മസീർ, അവസാനം നമ്മുടെ അടുത്തേക്കാണ് അവരുടെ കാര്യങ്ങളെല്ലാം മടങ്ങുന്നത്. വഇലയ്യൽ മസീർ, നമ്മിലേക്കാണ് അവസാനം അവർ തിരിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മസീറിന്റെ മറ്റു പ്രയോഗമാണ് അവസാനം നമ്മിലേക്ക് ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞ പോലെ. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കും. സുമ്മ യഅറുജു ഇലൈഹി ഫീ യൗമിൻ, ഒരു ദിവസം ആകാശത്തേക്ക് മടക്കപ്പെടും. കാന മിഖ്ദാറുഹു, ആ ദിവസത്തിന്റെ കണക്ക് അൽഫ സനതിൻ മിമ്മാ തഉദ്ദൂൻ. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന സജദ സൂറത്തിൽ പറയാണ്, ആ ഖിയാമത്ത് നാളിന്റെ ദിവസം 1000കണക്കിന് വർഷങ്ങളുടെ ദൈർഘ്യമുണ്ടാകും ഒരു ദിവസം എന്നത് നീങ്ങിപ്പോകാൻ എന്ന പ്രയോഗമൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ പടച്ച റബ്ബിന്റെ അടുത്ത് പല പല ഗ്രാമങ്ങൾ ജീവിച്ചു പോയി. ആ ഗ്രാമങ്ങളെ അതാത് സമയങ്ങളിൽ ശിക്ഷിക്കാതെ നീട്ടിവെച്ച് കൊടുത്തിട്ടുള്ളത് പോലും ആ മനുഷ്യരോട് കാണിച്ച അദാബിന് മുമ്പ് കാണിച്ച ഒരു റഹ്മത്താണ്. ഒരാളെയും അയാൾ ചെയ്ത സമയത്ത് അയാളുടെ ശിക്ഷക്ക് ബഗത്തത്തായി പെട്ടെന്ന് അല്ലാഹു തആല നടപടി സ്വീകരിക്കൂല. അള്ളാന്റെ ക്രമം അങ്ങനെയാണ്. ഒരാൾ ചെയ്തൊരു തെറ്റിന് അപ്പൊ തന്നെ ശിക്ഷ കൊടുക്കൂല. സാവകാശം കൊടുക്കും, ചിന്തിക്കാനുള്ള സമയം കൊടുക്കും, തൗബ ചെയ്യാനുള്ള അവസരം കൊടുക്കും. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമ് ഒരേ തിന്മ 950 കൊല്ലം നടത്തിയിട്ട് ശിക്ഷ വന്നിട്ടില്ലല്ലോ. 950 കൊല്ലങ്ങൾക്ക് ശേഷം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാവൽ ചോദിച്ചു, പ്രാർത്ഥിച്ചു, റബ്ബിൻസുർനി ബിമാ യുകദ്ദിബൂൻ, പടച്ചോനെ അവരെ എന്നെ നിഷേധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് റബ്ബേ, എന്നെ ഒന്ന് സഹായിക്കണേ അല്ലാഹ്.
അപ്പോഴാണ് ശിക്ഷയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വീണ്ടും വരുന്നത്. എന്നിട്ടും സാവകാശം കൊടുത്തു. ശിക്ഷ വരുന്നതിന് മുമ്പ് കപ്പലുണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ കപ്പൽ മരുഭൂമിയിൽ ഉണ്ടാക്കുമ്പോൾ അവർ പരിഹസിക്കുകയാണ്. എന്താണ് നൂഹ്, വല്ലാത്ത പൊട്ടത്തരാണല്ലോ, മരുഭൂമിയിലെ ഈ മണലിൽ ഈ കപ്പലും കൊണ്ട് നീ എന്ത് ചെയ്യാനാ, നിനക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ചു. അപ്പോഴും പരിഹസിക്കുകയാണ്. അതുണ്ടാക്കി കപ്പലിന്റെ നിർമ്മാണം എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പ്രളയം വരാൻ പോകുന്നത്. പ്രളയം വരുന്നതിന് മുമ്പ് സൂചന കൊടുത്തു. എന്നിട്ടും നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മോനെ, നാളെ ഇവിടെ വലിയ പ്രളയം വരാൻ പോകുകയാണ്, മോൻ എൻ്റെ കൂടെ കപ്പലിൽ വരണം, മോൻ ഈമാനികമായി എൻ്റെ കൂടെ സംരക്ഷിക്കാൻ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. മോൻ പറയുന്നുണ്ട്, വാപ്പയുമായിട്ട് ഈ വിഷയത്തിൽ ഞാൻ കോംപ്രമൈസിനില്ല, ഞാൻ കേറൂല, ഞാൻ മരത്തിന്റെ മുകളിലോ മലന്റെ മുകളിലോ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം, വാപ്പനിപ്പം ഞാനില്ല. എന്നിട്ടാണ് ശിക്ഷ വരുന്നത്. അല്ലാഹു തആല പെട്ടെന്ന് അങ്ങനെ ശിക്ഷിക്കുന്ന അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകും. എങ്കിലും പൊതുവെയുള്ള ഒരു തത്വമാണ്, ളാലിമത്തായ നാടുകൾക്ക്, ഗ്രാമങ്ങൾക്ക് അല്പം സാവകാശം കൊടുത്തതിന് ശേഷം പിന്നീട് അവരെ ശിക്ഷ പിടികൂടും. ആയത്തൊന്ന് ഒതുക്കി, വകഅയ്യിൻ മിൻ ഖർയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമത്തുൻ സുമ്മ അഖതുഹാ വഇലയ്യൽ മസീർ. നമ്മിലേക്കാണ് അവരുടെ മടക്കം, നമ്മിലേക്കാണ് അവസാനം. എല്ലാ നാട്ടുകാരും എവിടെ എന്തൊക്കെ വെല്ലുവിളി നടത്തിയാലും അവിടെ അവസാനം അവർ പുറത്തു വരുന്നത് ഈ ഖിയാമത്ത് നാളിൽ അള്ളാന്റെ മുമ്പിലേക്കാണ്. നമ്മൾ ഓരോ സമയത്തും മരണവാർത്തകളും മറ്റും കേൾക്കുമ്പോൾ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അവിടേക്ക് മടങ്ങാനുള്ളവരാണ്. ഈ ലോകം വിട്ട്, ഈ ദുനിയാവ് വിട്ട് മറ്റൊരു ലോകത്തേക്ക് മടങ്ങാനുള്ളവരാണ്. ഈ നാട് വിട്ട്, ഈ പ്രദേശം വിട്ട് അള്ളാഹിന്റെ അടുത്തേക്ക് പോകാനുള്ളവരാണ്. കർമ്മങ്ങളുമായി തിരിച്ചു പോകാനുള്ളവരാണ്. ആ ഓർമ്മപ്പെടുത്തലാണ് വഇലയ്യൽ മസീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം അറിവുള്ള, ബോധമുള്ള, ദീന് പഠിക്കുന്ന, ഖുർആനികമായി അതിൻ്റെ കൃത്യമായ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അറിവ് ഉപകാരമുള്ള അറിവാക്കി അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കീഴിൽ നടക്കുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷ മാർച്ച് 8-ാം തീയതി ഞായറാഴ്ച റമദാനിലായിരിക്കും. അതിൻ്റെ സിലബസ് അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റമദാനിൽ എന്തായിരുന്നാലും നമ്മൾ ഖുർആൻ ഓതുന്നതിൻ്റെ കൂടെ 2-3 സൂറത്തുകളും അതിൻ്റെ തഫ്സീറും അതിൻ്റെ ആശയങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു ചാൻസും കൂടെയാണ് QVP. ആ വിദ്യാർത്ഥികൾ നമ്മുടെ അടുത്ത് വരും, അതിൻ്റെ പുസ്തകം മേടിക്കുക, അതിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുക. നല്ല ഒരു ഒരുക്കത്തോടു കൂടെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഓൺലൈനിലാണ് പരീക്ഷ, വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷ ഈ പ്രാവശ്യം എല്ലാ തരക്കാർക്കുണ്ട്. മുതിർന്നവർക്ക് വേറെ, കുട്ടികൾക്ക് വേറെ, അതുപോലെ തന്നെ പ്രായം തിരിച്ചുകൊണ്ട് പല കാറ്റഗറിയിലായിട്ടാണ് പരീക്ഷകൾ നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിലുകൾ ഇൻഷാ അല്ലാഹ് വഴി അറിയിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നിർപ്പതം ക്വിസ് നടത്തുന്നില്ല, അത് ഓൺലൈനിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ അയക്കും. ഇൻഷാ അല്ലാഹ് ഉത്തരങ്ങൾ വാട്സപ്പിലൂടെ തന്നെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്ന യഥാർത്ഥ ലക്ഷ്യം സ്വർഗമാണ് എന്നും ആ സ്വർഗം നേടാനുള്ള എല്ലാ വഴികളിലും പ്രവേശിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഖുത്ബയിൽ നമ്മുടെ ഇഫ്താർ കിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ആരെങ്കിലും ഖുത്ബയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ 1500 രൂപയാണ് ഇഫ്താർ കിറ്റിന് വേണ്ടി നമ്മൾ ശേഖരിക്കുന്നത്. നമുക്ക് ഒരെണ്ണം കൊടുക്കാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പരിചയമുള്ള ആളുകളോട് ഇങ്ങനെ ഒരു സംരംഭമുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് ഒരു വലിയ ആളുകളുടെ മനസ്സുകളിലേക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പുണ്യപ്രവർത്തനത്തെ പരിചയപ്പെടുത്തി കൊടുത്ത് നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നമ്മുടെ കൈകൊണ്ടൊരു കിറ്റ് എത്തിപ്പെടാനുള്ള ഒരു ആഗ്രഹവും താല്പര്യവും നമ്മുടെ മുൻപിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള നന്മകളുമായി ബന്ധപ്പെടാൻ, സഹകരിക്കാൻ നമുക്ക് സഹായം അള്ളാഹു തആലയുടെ മഹത്തായ തൗഫീഖ് ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ മേഖലകളിൽ, സാമ്പത്തിക മേഖലയിൽ, വരുമാനങ്ങളിൽ പടച്ച റബ്ബ് ബറക്കത്ത് നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്, കിടപ്പിലായവരുണ്ട്, വൃദ്ധരായ ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ആശ്വാസവും ക്ഷമയും ഈമാനും പ്രതിഫലവും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.